ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ജീവികളുടെ പേര് ചോദിച്ചാൽ രാജവെമ്പാല, അണലി എന്നൊക്കെയായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരുടെയും ഉത്തരം. എന്നാൽ ഇവയേക്കാൾ 1000 മടങ്ങ് മാരക വിഷമുള്ള, മനുഷ്യരെ വെറും മിനിറ്റുകൾ കൊണ്ട് കൊല്ലാൻ ശക്തിയുള്ള പല ജീവികളും നമുക്ക് ചുറ്റുമുണ്ട് എന്നതാണ് സത്യം. അത്തരത്തിലുള്ള ഏറ്റവും വിഷം നിറഞ്ഞതും അപകടകാരികളായതുമായ ചില ജീവികളെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനി പറയാൻ പോകുന്ന ഈ ജീവികളെ കണ്ടാൽ ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നതാണ് നല്ലത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പഫർ ഫിഷ്. മുള്ളുകൾ നിറഞ്ഞ എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള മത്സ്യങ്ങളാണ് പഫർ ഫിഷുകൾ. കാണാൻ എത്ര ഭംഗിയുണ്ടെങ്കിലും ഇവ ലോകത്തിലെ തന്നെ ഏറ്റവും വിഷമുള്ള മത്സ്യങ്ങളിൽ ഒന്നാണ് എന്നതാണ് സത്യം. ഈ മത്സ്യത്തിന്റെ വിഷം സയനൈഡിനേക്കാൾ 1200 മടങ്ങ് ശക്തമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ. ടെട്രോഡോക്സിൻ എന്ന വിഷമാണ് ഇവക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മത്സ്യം ഓരോ വർഷവും ഏകദേശം 100ഓളം പേരുടെ ജീവനെടുക്കുന്നുമുണ്ട്. ഇവ ആരെയെങ്കിലും കടിക്കുമ്പോൾ ആദ്യം ആ വ്യക്തി തളർന്നു പോവുകയാണ് ചെയ്യുക. കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ആ വ്യക്തിക്ക് ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം. ഇവയെ ജപ്പാൻ, ഫിലിപ്പീൻസ്, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇത്ര വിഷമുള്ളതാണെങ്കിലും ജപ്പാനിലെ ആളുകൾ ഈ മത്സ്യത്തിന്റെ വിഷം കളഞ്ഞ ശേഷം ഇവയെ ഭക്ഷണമാക്കാറുണ്ട്. ബ്ലൂ റിംഗ്ഡ് ഒക്ടോപ്പസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ നീരാളിയുടെ ശരീരത്തിൽ നീല വളയങ്ങളുണ്ട്. അതിനാൽ തന്നെ ഇവയെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഭംഗിയാണ് മറ്റു ജീവികളെ ഈ നീരാളികളിലേക്ക് ആകർഷിക്കുകയും ശേഷം അവയെ ഈ നീരാളി വേട്ടയാടുകയും ചെയ്യുന്നത്. ഇതിൻ്റെ വിഷം നമ്മുടെ കണ്ണുകളിലും ശ്വസന വ്യവസ്ഥയിലും നേരിട്ട് ബാധിക്കുകയാണ് ചെയ്യുക. ഇത് മരണത്തിന് വരെ കാരണമാകാം. കാരണം ഇതിൻ്റെ വിഷത്തെ ചെറുക്കാൻ ഇതുവരെ ഒരു മരുന്നോ ആൻറ്റിഡോട്ടോ കണ്ടുപിടിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു നീരാളിയുടെ ശരീരത്തിലെ വിഷത്തിന് 20 മനുഷ്യരെ വരെ കൊല്ലാനുള്ള ശക്തിയുണ്ട് എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ഈ നീരാളി സാധാരണയായി 8 ഇഞ്ച് വരെ വലുപ്പമുള്ളവയായിരിക്കും. സാധാരണയായി മറ്റു ജീവികൾ കടിക്കുമ്പോൾ വേദനയോ നീറ്റലോ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഇവ കടിച്ചാൽ ചെറിയ വേദന മാത്രമായതുകൊണ്ട് തന്നെ നമ്മൾ അപകടത്തിലാണെന്ന കാര്യം നമ്മൾ അറിയുകയില്ല. ഇവ ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, ജപ്പാൻ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് കാണപ്പെടുന്നത്. ഡെത്ത് സ്റ്റോക്കർ. ലോകമെമ്പാടും പലതരത്തിലുള്ള തേളുകളുണ്ട്. എന്നാൽ തേളുകളുടെ ലിസ്റ്റിൽ ഏറ്റവും അപകടകാരികളായിട്ടുള്ള ഒരു വിഭാഗമാണ് ഡെത്ത് സ്റ്റോക്കർ. കാരണം ഇവയുടെ വിഷം മറ്റെല്ലാ തേളുകളെക്കാളും പല മടങ്ങ് അപകടകരമാണ്. ഇവയുടെ വിഷം ന്യൂറോടോക്സിക് വിഷമാണ്. അതിനാൽ തന്നെ ഇവയുടെ കടിയേറ്റ് കൃത്യമായി പരിചരണം ലഭിച്ചില്ലെങ്കിൽ അത് മരണത്തിന് വരെ കാരണമായേക്കാം. ലോകത്ത് ഒരു വർഷം 3000ഓളം ആളുകൾ തേളുകളുടെ കടി കാരണം മരണപ്പെടുന്നുണ്ട് എന്നാണ് കണക്ക്. അക്കൂട്ടത്തിലെ പലതും ഈ ഡെത്ത് സ്റ്റോക്കർ ഇനത്തിൽപ്പെട്ട തേളുകളുടെ ആക്രമണം കാരണമാണ് ഉണ്ടാകുന്നത്. അതിനാൽ തന്നെ ഇവയെ വഴിയരികിലോ മറ്റോ കണ്ടാൽ വഴിമാറി നടക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബോക്സ് ജെല്ലി ഫിഷ്. ഏഷ്യയിലെയും ഓസ്ട്രേലിയയിലെയും കടലുകളിൽ കാണപ്പെടുന്ന ഈ ജെല്ലി ഫിഷുകൾ വളരെ അപകടകാരികളാണ്. ഇവയെ അപകടകാരികളാക്കുന്നത് ഇവയുടെ വിഷം തന്നെയാണ്. ഇവയുടെ ശരീരം ഒരു ബോക്സ് പോലെയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവയെ ബോക്സ് ജെല്ലി ഫിഷ് എന്ന് വിളിക്കുന്നത്. മുടിയെപ്പോലെ തോന്നിക്കുന്ന ഇതിൻ്റെ ടെൻഡക്കിലുകൾ 6 അടിയിലധികം വലിപ്പത്തിൽ വരെ വളരുന്നവയാണ്. ഈ ടെൻഡക്കിലുകൾ ഉപയോഗിച്ചാണ് ഇവ ഇരകളെ ആക്രമിക്കുന്നത്. കാണാൻ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജെല്ലി ഫിഷുകളാണ് ഇവ ഇരയുടെ ശരീരത്തിലേക്ക് വിഷം കുത്തിയിറക്കുകയാണ് ചെയ്യാറുള്ളത്. അതിനാൽ തന്നെ ഇവയുടെ കുത്തേറ്റതിന് ശേഷം 2 മുതൽ 5 മിനിറ്റിനുള്ളിൽ ട്രീറ്റ്മെൻറ്റ് ലഭിച്ചില്ലെങ്കിൽ ആ കുത്തേറ്റ വ്യക്തി മരണപ്പെടാൻ വരെ സാധ്യതയുണ്ട്. ബ്ലാക്ക് മാമ്പ. ഇവയുടെ വായയുടെ ഉൾവശം കറുത്ത നിറത്തിലായതുകൊണ്ടാണ് ഇവയെ ബ്ലാക്ക് മാമ്പകൾ എന്ന് വിളിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ ജീവികളെക്കുറിച്ച് പറയുമ്പോൾ ബ്ലാക്ക് മാമ്പയുടെ പേര് എപ്പോഴും മുൻപന്തിയിലായിരിക്കും. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വേഗതയിൽ നീങ്ങുന്ന പാമ്പാണ് ബ്ലാക്ക് മാമ്പകൾ. ഇവയുടെ ഒരൊറ്റ കടിക്ക് 10 മുതൽ 15ഓളം മനുഷ്യരെ വരെ കൊല്ലാനുള്ള ശക്തിയുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പല്ല ബ്ലാക്ക് മാമ്പ. പക്ഷേ വിഷം ഏൽപ്പിക്കുന്ന രീതിയിലെ മികവ് ഇതിനെ ഓസ്ട്രേലിയയിലെ കോസ്റ്റൽ തൈപ്പാനൊപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ പാമ്പാക്കി മാറ്റുന്നു. ഇന്ന് ബ്ലാക്ക് മാമ്പയുടെ വിഷത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ആൻറ്റിവനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എങ്കിലും കടിയേറ്റ ശേഷം ചികിത്സ വൈകിയാൽ ജീവനഷ്ടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പരമാവധി 4 മീറ്റർ വരെയൊക്കെ നീളം വയ്ക്കുന്ന ഇവ കഴിയുന്നതും മനുഷ്യരെ ഒഴിവാക്കാൻ നോക്കാറുണ്ട്. എന്നാൽ പല പാമ്പുകളെയും പോലെ സ്വയം പ്രതിരോധത്തിനായാണ് ഇവ മനുഷ്യരെ കടിക്കുന്നത്. കടിക്കുമ്പോൾ ഒറ്റ തവണയല്ല, ഓരോ തവണയും വലിയ അളവിൽ മാരകമായ വിഷം കടിയേൽക്കുന്നയാളുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നു. ആഫ്രിക്കയുടെ തെക്കൻ കിഴക്കൻ മേഖലകളിലെ പുൽമേടുകളിലും മലമ്പ്രദേശങ്ങളിലുമൊക്കെയാണ് ഇവയെ കൂടുതലായി കാണപ്പെടുന്നത്. സ്റ്റോൺ ഫിഷ്.
പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ മത്സ്യം ഒരു കല്ല് പോലെയാണ് കാണപ്പെടുക. ഈ മത്സ്യത്തിന് 2 കിലോ വരെ ഭാരവും 20 ഇഞ്ച് വരെ നീളവും ഉണ്ടാകും. ഇവയുടെ 5 ഇനങ്ങൾ ലോകമെമ്പാടും കാണപ്പെടുന്നുണ്ട്. നമ്മൾ ഇവയെ ചവിട്ടിയാൽ നമ്മുടെ ജീവൻ അപകടത്തിലാവുകയാണ് ചെയ്യുക. അതായത് ഇതിൻ്റെ മുകളിൽ എത്ര ഭാരം വരുന്നുവോ അത്രത്തോളം ഇൻറ്റൻസിയിൽ ഇവ വിഷം പുറത്തുവിടും. ഇവയുടെ ശരീരത്തിന് മുകളിൽ 13 കൂർത്ത മുള്ളുകൾ ഉണ്ടാകും. ഈ മുള്ളുകൾ ഇവയുടെ വിഷസഞ്ചിയുമായി കണക്റ്റഡ് ആയിരിക്കും. സത്യത്തിൽ ഇവ നമ്മുടെ ശരീരത്തിലോട്ട് വിഷം കുത്തിവെക്കുന്നത് നമ്മൾ കണ്ണ് ചിമ്മുന്നതിനേക്കാൾ വേഗത്തിലാണ്. അതിനാൽ തന്നെ ലോകത്തിൽ ഏറ്റവും വേഗതയിൽ വിഷം കുത്തിവെക്കുന്ന ഒരു ജീവി കൂടിയാണ് ഇവ. എങ്കിലും ഇവയെ ചൈന, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ ഭക്ഷണമായി ഉപയോഗിക്കാറുണ്ട്. ബ്രസീലിയൻ വാണ്ടറിംഗ് സ്പൈഡർ. ലോകത്തിലെ തന്നെ ഏറ്റവും വിഷമുള്ള ചിലന്തി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് ബ്രസീലിയൻ വാണ്ടറിംഗ് സ്പൈഡർ. ഇവ സൗത്ത് അമേരിക്കയിലെ ഉഷ്ണമേഖലാ രാജ്യങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇവ വീടുകളിലും കാറുകളിലുമൊക്കെ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവ വളരെ കുപ്രസിദ്ധി ആർജിച്ച ചിലന്തികളാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിഷമുള്ള ചിലന്തി എന്നതിൻ്റെ പേരിൽ ഇവക്ക് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് വരെയുണ്ട്. ഇവയുടെ വിഷം ന്യൂറോടോക്സിക് ആയതിനാൽ തന്നെ ഈ ചിലന്തി ഒരു മനുഷ്യനെ കടിച്ചാൽ ആദ്യം അതിൻ്റെ വിഷം മനുഷ്യ ശരീരത്തിലെ നാഡികളെ തളർത്താൻ തുടങ്ങുന്നു. അതുവഴി ആ വ്യക്തി പൂർണ്ണമായും തളർന്നു പോകാൻ വരെ സാധ്യതയുണ്ട്. കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ കടിയേറ്റ വ്യക്തിക്ക് ക്രമേണ ശ്വാസമുട്ടൽ അനുഭവപ്പെടുകയും അവസാനം ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തേക്കാം. കോൺ സ്നെയിൽ. ഒരുപക്ഷെ ഒച്ചുകളെ ഈ ലിസ്റ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു അത്ഭുതം തോന്നിയേക്കാം. സാധാരണ ഒച്ചുകൾ മനുഷ്യർക്ക് ഭീഷണിയല്ല. എന്നാൽ ഒച്ചുകളുടെ ഒരു വിഭാഗം മനുഷ്യരെ കൊല്ലാൻ കഴിയുന്നവയുമാണ്. ഈ 6 ഇഞ്ച് ഒച്ചിന് ഒറ്റയടിക്ക് 20 പേരെ വരെ കൊല്ലാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇവയാണ് കോൺ സ്നെയിലുകൾ. ഇവയുടെ വിഷം കോണോടോക്സിൻസ് അടങ്ങിയതാണ്. അതിനാൽ തന്നെ ഇവ മനുഷ്യൻ്റെ നാഡീവ്യവസ്ഥയെ തളർത്തിക്കളയുകയാണ് ചെയ്യുക. ഈ ഒച്ചിൻ്റെ ഒരു തുള്ളി വിഷത്തിന് 15 മുതൽ 20 മനുഷ്യരെ വരെ കൊല്ലാനുള്ള ശക്തിയുണ്ട്. ഇവ വിഷം ഇരയുടെ ശരീരത്തിലേക്ക് ഷൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒച്ചിനെ സിഗരറ്റ് സ്നെയിൽ എന്നും വിളിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവയ്ക്ക് ഒരു സിഗരറ്റ് വലിക്കാൻ എടുക്കുന്ന 15 മുതൽ 30 മിനിറ്റ് സമയം കൊണ്ട് ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ്. സത്യത്തിൽ ഇവയുടെ വിഷത്തിനെതിരെയുള്ള ഒരു ആൻറ്റിവനം ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പോയിസൺ ഡാർട്ട് ഫ്രോഗ്. ഭംഗിയുള്ള പല നിറത്തിലും പല തരത്തിലും കാണപ്പെടുന്ന തവളകളാണ് പോയിസൺ ഡാർട്ട് ഫ്രോഗുകൾ. സത്യത്തിൽ ഇവയുടെ ഈ നിറം ഒരു വാണിംഗ് ആണ് എന്നതാണ് സത്യം. ഈ തവളയ്ക്ക് ഇരയെ കടിക്കേണ്ട ആവശ്യമില്ല. പകരം നമ്മൾ ഇവയെ സ്പർശിച്ചാൽ പോലും ഇവയുടെ വിഷം നമ്മുടെ ശരീരത്തിലെ മുറികളോ മറ്റോ വഴി നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചേക്കും. 1973 ആദ്യമായി കണ്ടുപിടിച്ച ഗോൾഡൻ പോയിസൺ ഡാർട്ട് ഫ്രോഗ് എന്ന വിഷത്തവളയാണ് ഇവയിൽ ഏറ്റവും കൂടുതൽ അപകടകാരികൾ. ഹൃദയത്തെയും നാഡീവ്യവസ്ഥയെയും ബാധിക്കുന്ന ഒരു കാർഡിയോ ന്യൂറോടോക്സിനാണ് ഇതിൻ്റെ വിഷം. വിഷബാധയേറ്റാൽ തൽക്ഷണം പക്ഷാഘാതമുണ്ടാവുകയും 10 മിനിറ്റിനുള്ളിൽ മരണം സംഭവിക്കുകയും ചെയ്യും എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇവയുടെ 2 മൈക്രോഗ്രാം വിഷത്തിന് ഒരു മനുഷ്യനെ കൊല്ലാനുള്ള ശക്തിയുണ്ട്. കൂടാതെ ഇത്തരത്തിലുള്ള ഒരു തവളയുടെ ശരീരത്തിൽ 10 മുതൽ 20 മനുഷ്യരെ കൊല്ലാനുള്ള വിഷവും അടങ്ങിയിട്ടുണ്ട്. ഇവയെ കൂടുതലായും ആമസോൺ മഴക്കാടുകളിലാണ് കണ്ടുവരുന്നത്. ഇൻലാൻഡ് തൈപ്പാൻ. കരയിലെ ഏറ്റവും വിഷവീര്യമുള്ള പാമ്പാണ് ഇൻലാൻഡ് തൈപ്പാൻ. വിഷത്തിൻ്റെ കാഠിന്യം കണക്കാക്കുവാൻ എലികളിൽ നടത്തിയ പരീക്ഷണങ്ങളിലാണ് ഇവയുടെ വിഷം കടൽ പാമ്പുകളേക്കാൾ മാരകമാണെന്ന് കണ്ടെത്തിയത്. രാജവെമ്പാലയുടെ വിഷത്തിനേക്കാൾ 50 മടങ്ങ് ശക്തിയാണ് ഇൻലാൻഡ് തൈപ്പാൻ്റെ വിഷത്തിനുള്ളത്. ഇവയുടെ ഒരൊറ്റ കടിക്ക് 100ഓളം മനുഷ്യരെ കൊല്ലാനുള്ള ശക്തിയുണ്ട് എന്നതാണ് സത്യം. ഉടനെ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ 30 മുതൽ 45 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ രോഗി മരിക്കുകയും ചെയ്യുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇവ നാണം കുണുങ്ങികളാണ് എന്നതാണ് സത്യം. അതിനാൽ തന്നെ ഇവ മനുഷ്യരെ കടിക്കുന്നതും വളരെ അപൂർവമാണ്. ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ ജീവി ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ വീഡിയോയുടെ പാർട്ട് 2 ആവശ്യമാണെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.